ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം കഴിഞ്ഞു. അതിഥികളെല്ലാം തിരിച്ചുപോയി. രാത്രിയായി. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭം. അവിടെ അപ്പോൾ ആ സഭയിൽ ശേഷിച്ചത് ഭരതപത്നിയായിട്ട് അവരുടെ അന്തഃപുരത്തിലേക്ക് പോയി. ലക്ഷ്മണൻ പോയി, ശത്രുഘ്നൻ പോയി. പിന്നെ ആ സഭയിൽ ശേഷിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, സീതാദേവി, ആഞ്ജനേയൻ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ശരി ആഞ്ജനേയ, ഞങ്ങൾ വിശ്രമിക്കട്ടെ, അങ്ങും വിശ്രമിച്ചോളൂ, അടിയനും തയ്യാറാണ് എന്ന് പറഞ്ഞു. ഭഗവാൻ എഴുന്നേറ്റു, ദേവിയും എഴുന്നേറ്റു. ദേവി മുന്നിൽ നടന്നു, ഭഗവാൻ പുറന്നിടന്നു. അന്തഃപുരത്തിൻ്റെ വാതിൽ തുറന്നു. ദേവി അകത്ത് കയറി. ഭഗവാൻ അകത്ത് കയറി വാതിലടയ്ക്കാൻ നോക്കുമ്പോൾ കാണാം ആഞ്ജനേയൻ അകത്തേക്ക് കയറാൻ നോക്കുവാണ്. ചോദിച്ചു, അങ്ങടാ വരുന്നത്? ഞാനും അങ്ങടെ കൂടെ വരികയാണ്. അയ്യോ, അതാവില്ല, എനിക്ക് ഒറ്റയ്ക്ക് വിശ്രമിക്കണം ആഞ്ജനേയ. ഭഗവാൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയാണ്. അല്ല, ഒറ്റയ്ക്കാണെങ്കിൽ സീതാദേവിയുടെ അങ്ങയുടെ മുറിയിലേക്ക് വന്നിട്ടില്ലേ, അപ്പം പിന്നെ എന്തുകൊണ്ട് എനിക്ക് വന്നുകൂടാ? ഭഗവാൻ പറഞ്ഞു, അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ദേവിയുടെ തിരുനെറ്റിയിൽ ആ സിന്ദൂരം അണിഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ലേ? ആ സിന്ദൂരം എന്നോടൊപ്പം എൻ്റെ മുറിയിൽ കഴിയാനുള്ളതിൻ്റെ അവകാശരേഖയാണ്. അങ്ങേക്കതില്ലല്ലോ. തമാശ രീതി പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. വാതിലടഞ്ഞു. അപ്പോഴത്തേക്കും രാത്രി ഏറെയായി. അർദ്ധരാത്രി കഴിഞ്ഞു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞു കാണും. ഭഗവാന്റെ ആ തിരുവാതിലിൽ പടപടപടാന്ന് പൊട്ടുന്ന ശബ്ദം കേട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കഥ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ആഞ്ജനേയൻ കുങ്കുമത്തിൽ അഭിഷിക്തനായിട്ട് നിൽക്കുന്നതാണ്. ദേ ഭഗവാൻ, ഇത് പോരെ, ഇത്രയും തൊട്ടാൽ പോരെ നിൽക്കുകയാണ്. വെച്ചു, മാരുതേത് എന്താ കാണിച്ചേ? അതായത് ഈ കുങ്കുമം തപ്പി ഞാൻ എല്ലായിടത്തും നടന്നു. അങ്ങനെയാണ് നഗരത്തിൽ കുങ്കുമം വെക്കുന്നൊരു കട കണ്ടത്. അത് വിളിക്കാനൊന്നും പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ആ കടയങ്ങോട്ട് തല്ലി പൊളിച്ചു. എന്നിട്ട് എന്തു ചെയ്തു? ആ കുങ്കുമം എടുത്ത് മുഴുവൻ അഭിഷേകം ചെയ്തിട്ട് വന്നു. എനിക്കിനി അങ്ങയുടെ മുറിക്കകത്ത് കയറാമല്ലോ അല്ലേ? ഭഗവാന്റെ നേത്രത്തിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. എന്തുകൊണ്ട്? തൻ്റെ കൂടെ സദാ വസിക്കാൻ വേണ്ടി ആഞ്ജനേയനുള്ള വെമ്പല്. അന്നു മുതലാണത്രേ ആഞ്ജനേയന് കുങ്കുമാഭിഷേകം പ്രധാനമായി തീർന്നത് എന്നും പറയുന്നുണ്ട്. നമസ്കാരം.